നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവർ കുറച്ച് പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കുന്നുണ്ട്. അവരവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ അവരിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഗ്രോത്ത്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ഗ്രോത്തിലോട്ട് എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ. അവർ എല്ലാ കാര്യങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതായത് അവരുടെ ജോലി ആയിക്കോട്ടെ, റിലേഷൻസ് ആയിക്കോട്ടെ, എല്ലാം ഒരുപോലെ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ചില സമയത്ത് അവർക്ക് റിലേഷനിൽ ഒരുപാട് എഫേർട്ട് ഇടാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരുപാട് അവർ എഫേർട്ട് ഇടുന്നുണ്ടാവില്ല. ചില സമയത്ത് അവരുടെ ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കരിയർ പ്രോബ്ലംസോ ഒക്കെ വരുമ്പോൾ അവർക്ക് അത്രയും ഫോക്കസ് പഴയ പോലെ റിലേഷനിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടാവും. അപ്പം ഇവിടെ ഇപ്പം നിങ്ങൾ തമ്മിലൊരു അകൽച്ചയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെപ്പറേഷൻ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ഈ റിലേഷൻ ഒരിക്കലും വിട്ട് കളയില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം അവരങ്ങനെ പെട്ടെന്ന് ഒരു റിലേഷനിൽ ഇൻവോൾവ്ഡ് ആയാൽ അതിൽ നിന്ന് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഒഴിവാക്കി പോകുന്ന ഒരു പേഴ്സൺ അല്ല ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. 3 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവർക്ക് ഫിനാൻഷ്യൽ ഡീലിങ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്കിപ്പം റിലേഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു പ്രോബ്ലത്തിന് അവരിപ്പോൾ നേരിടുന്ന പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു ടെൻഷനിലും ആ ഒരു ചിന്തയിലും ആണ് ഇപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ വേൾഡ് കാർഡാണ്. ഇപ്പോഴീ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിപ്പം പേഴ്സന്റെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഒന്നും ഈ റിലേഷനിൽ ഇല്ല എന്ന് കരുതി വിഷമിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ചേഞ്ച് വരും എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സും കാര്യങ്ങളും അവരുടെ പ്രോബ്ലംസും അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് അവർ ഈ റിലേഷനിലോട്ട് ഇൻവോൾവ്ഡ് ആവുകയും ചെയ്യും. പഴയ രീതിയിൽ ഈ റിലേഷൻ വീണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ചെയ്യും എന്നാണ് കാണിക്കുന്നത്. 9 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഇത്രയും വിഷമിച്ചാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ റിലേഷനിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു സക്സസ് ഉണ്ടാവുന്നതായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ റിലേഷനിൽ വരുന്നു, അങ്ങനെ ഒരു സന്തോഷം തരുന്ന മാറ്റങ്ങൾ ഈ റിലേഷൻ മുന്നോട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ആക്ഷൻ ഈ റിലേഷന് വേണ്ടിയിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അവര് പോസിറ്റീവായിട്ട് ഈ റിലേഷനിലോട്ട് തിരികെ വരികയും റിലേഷൻ പഴയ രീതിയിൽ റീസ്റ്റാർട്ട് ആവുകയും ചെയ്യും എന്നാണ് കേട്ടോ. 3 ഓഫ് വാൻഡ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ലൈഫിലൊരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പം അവർ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വന്നാൽ അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് തോന്നിയാൽ അവർ ഡിസ്റ്റർബ്ഡ് ആവും, അല്ലെങ്കിൽ അവർക്ക് അപ്പോൾ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിലോട്ടാവും, ആ ഒരു പ്രശ്നത്തിലോട്ടാവും. അപ്പോൾ റിലേഷൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റാണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത് അവരുടെ ഒരു ക്യാരക്ടറിലുള്ള ഒരു വ്യത്യാസമാണത്. അത് ചില ആളുകൾ അങ്ങനെയാണ്. അവർക്ക് ഒരു സമയം ഒരു കാര്യത്തിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തിയാലേ അവർക്ക് സമാധാനം പോലും കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. ദ ഹെർമിറ്റ് കാർഡാണ്. അവർ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ പെട്ടുകിടക്കുന്ന സിറ്റുവേഷൻ ഒരു സൊല്യൂഷൻ വേണം എന്നുള്ള രീതിയിൽ ആ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് അവര് ആഗ്രഹിക്കുന്നതായിട്ടും അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ ഒരുപാട് നിങ്ങളെ പേഴ്സണെ നിങ്ങൾ ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എപ്പോഴും ഈ റിലേഷനിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കാം. അപ്പോൾ നിങ്ങൾ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേ നിങ്ങൾ ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടാവും, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും, നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ടാവുക.
അങ്ങനെ ചെയ്യാതെ എന്താണ് അവരുടെ റിയൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു ടൈം കൊടുക്കുക. അവർ ഓക്കെ ആയി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. മെസ്സേജ് കാർഡ് നോക്കാം കേട്ടോ. മെസ്സേജസ് ഓഫ് ലവ് എന്നാണ് കാണിക്കുന്നത്. അവരുടെ സ്നേഹത്തോടു കൂടിയുള്ള മെസ്സേജസ്, അവരുടെ സ്നേഹം, പ്രണയം നിങ്ങളോട് പറയുന്ന മെസ്സേജസ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ബെസ്റ്റ് സെൽഫ് എന്നാണ് കാണിക്കുന്നത്. അവര് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് അവരെന്താണെന്നുള്ളത് അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. അവരുടെ പോസിറ്റീവ് സൈഡ് പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരുടെ കരിയറിലായിക്കോട്ടെ എല്ലാ കാര്യത്തിലും അവരുടെ പോസിറ്റീവ് സൈഡ് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരെ എന്നാണ് കാണിക്കുന്നത്. പ്രൊട്ടക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. അവരൊരിക്കലും ഈ റിലേഷൻ വിട്ടുകളയില്ല എന്നുള്ളതാണ്. അവരുടെ കൈകളിൽ ഈ ഒരു റിലേഷൻ അത്രയും അവര് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരൊരിക്കലും ഇത് നഷ്ടപ്പെടുത്തില്ല, വിട്ടുകളയില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ലെറ്റ് ഗോ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഈ റിലേഷനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടെങ്കിൽ, ഫിയർ ഉണ്ടെങ്കിൽ, പേടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് വിടുക. നിങ്ങൾ ഈ റിലേഷനിൽ എന്താണ് മുന്നോട്ട് വരുന്നത് അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഫ്രീ മൈൻഡഡ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളോട് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുക. ഇവിടെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരും എന്നുള്ളത് തന്നെയാണ്. റൊമാൻസ് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഈ റിലേഷനിൽ ഇട്ടിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു പ്രണയം, അതെന്തായാലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ യൂണിവേഴ്സിലോട്ട് എന്താണോ അത്രയും ആത്മാർത്ഥമായിട്ട് കൊടുത്തിട്ടുള്ളത് അതെന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, നിങ്ങൾ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അതല്ല നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ആണ്, ആളെ കുറിച്ച് ഡൗട്ട്ഫുള്ളി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, ആൾക്ക് റിലേഷൻസ് ഉണ്ടോന്ന് പേടിയാണ്, അങ്ങനെ ആളെക്കുറിച്ച് നിങ്ങൾ ഡൗട്ട് അല്ലെങ്കിൽ പേടികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പേടിയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുക. അപ്പം അത് മനസ്സിലാക്കി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനും അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജനുവരി, ലെറ്റർ ഡി, മലപ്പുറം, 1995, ചോതി, ലെറ്റർ യു, ലെറ്റർ ആർ, 1998, 1999, ലെറ്റർ വൈ, നവംബർ, ഉത്രട്ടാതി, ഭരണി, മാർച്ച്, അനീഴം, ലെറ്റർ എസ്, അവിട്ടം, അശ്വതി, ഉത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.